1,09,360 രൂപ. ഇന്ന് രാവിലെ നിങ്ങൾ സ്വർണ്ണക്കടയിൽ ചെന്നു ഒരു പവൻ സ്വർണം ചോദിച്ചാൽ കേൾക്കുന്ന വില ഇതാണ്. സത്യം പറഞ്ഞാൽ ഈ നമ്പറുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല എന്നതാണ് സത്യം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില ഒരു റോളർ കോസ്റ്റർ റൈഡിലായിരുന്നു. ഏപ്രിൽ മാസം തുടങ്ങിയപ്പോൾ കണ്ട ഒരു കുതിപ്പ് ഏകദേശം 1,12,000 മുകളിൽ വരെ നമ്മൾ റേറ്റ് കണ്ടതാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ചെറിയൊരു ആശ്വാസം പോലെ വില താഴേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് മാത്രം ഗ്രാമിന് 165 രൂപയുടെ കുറവാണ് കാണിക്കുന്നത്. പവന് നോക്കിയാൽ 1,320 രൂപയുടെ ഇടിവ്. ഇതൊരു ചെറിയ മാറ്റമല്ല, സംഗതി നിസാരമല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും സ്വർണ്ണവില ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നത് സാധാരണയല്ലേ എന്ന്. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ്. 2026 ജനുവരി 29 കേരളം കണ്ട റെക്കോർഡ് റേറ്റ് ഉണ്ടല്ലോ, പവന് 1,31,000 മുകളിൽ പോയ ദിവസം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു വലിയൊരു വൊളാറ്റിലിറ്റി നടക്കുന്നുണ്ട്. ഇന്ന് 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 13,670 രൂപയാണ് ബോർഡ് റേറ്റ്. ഇതിനോടൊപ്പം പണിക്കൂലിയും GST കൂടി ചേരുമ്പോൾ എവിടെ എത്തുമെന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണക്കാരന്റെ വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ 1,320 രൂപയുടെ കുറവ് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇനി ഞാൻ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വെറുതെ കേരളത്തിലെ സ്വർണ്ണക്കടക്കാർ തീരുമാനിക്കുന്നത് കൊണ്ടല്ലല്ലോ ഈ വില മാറുന്നത്. ആഗോള വിപണിയിൽ ഡോളറിന്റെ മൂല്യത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ നാട്ടിലെ വിലയെ ബാധിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഡോളർ ഇൻഡെക്സ് ഒന്നനങ്ങിയാൽ അതിന്റെ ഇമ്പാക്ട് നേരെ വരുന്നത് സ്വർണത്തിലാണ്. ഇതൊരു സീസോ പോലെയാണ്. ഡോളർ വീക്കാകുമ്പോൾ സ്വർണം പവറാകും. ഇപ്പോൾ നമ്മൾ കാണുന്ന നേരിയ കുറവ് ആഗോളതലത്തിലെ ചില സാമ്പത്തിക മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില നോക്കിയാൽ ഗ്രാമിന് 11,235 രൂപയാണ് ഇന്നത്തെ റേറ്റ്. ഇതിലും 135 രൂപയുടെ കുറവുണ്ട്. ഇവിടെ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. നമ്മൾ സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ വെള്ളി മറന്നു പോകരുത്. വെള്ളി ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. ഗ്രാമിന് 250 രൂപയാണ് വില. കിലോഗ്രാമിന് നോക്കിയാൽ 2.5 ലക്ഷം രൂപ. പണ്ട് നമ്മൾ വെള്ളി എന്ന് പറയുമ്പോൾ അത്ര കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ വെള്ളി നൽകുന്ന ഹൈപ്പ് ചെറുതല്ല. സ്വർണത്തിന് വില കൂടുമ്പോൾ പലരും പകരക്കാരനായി വെള്ളിയെ നോക്കുന്നുണ്ട്. പക്ഷേ സ്വർണത്തിന്റെ ആ ഒരു സ്റ്റാറ്റസ് അത് എപ്പോഴും വേറെ തന്നെയാണ്. അത് പ്രത്യേകിച്ച് മലയാളിക്ക്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഏപ്രിൽ മാസത്തിലെ ട്രെൻഡ് നോക്കിയാൽ 1-ാം തീയതി രാവിലെ 1,11,080 രൂപയായിരുന്നു പവന്. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ഇത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 1,12,160 കുതിച്ചു. എന്നാൽ പിറ്റേന്ന് തന്നെ അത് താഴേക്ക് വധിച്ചു. 2-ാം തീയതി ഉച്ചയ്ക്ക് നമ്മൾ കണ്ടത് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 1,09,240 രൂപയാണ്. ഇന്ന് ആ ലോവസ്റ്റ് പോയിന്റിനോട് അടുത്ത് വില നിൽക്കുന്നത്, അതായത് 1,09,360 രൂപ. ഈ ഡേറ്റ കാണിക്കുന്നത് മാർക്കറ്റ് എത്രത്തോളം അൺസർട്ടൻ ആണെന്നാണ്. നമ്മൾ മിസ് ചെയ്യുന്നതാണ്. വില കുറയുമ്പോൾ ഓടിച്ചെന്ന് വാങ്ങാനോ അതോ വിൽക്കണോ എന്ന് കാത്തിരിക്കണോ? ഇതാണ് പവൻ 1 ലക്ഷം കടന്ന കാലം മുതൽ ഓരോ മലയാളിയും ചോദിക്കുന്ന ചോദ്യം. സത്യം പറഞ്ഞാൽ ഇതിന് കൃത്യമായൊരു മറുപടി പറയാൻ ആർക്കും കഴിയില്ല. കാരണം ഇന്റർനാഷണൽ പൊളിറ്റിക്സും യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, വില കുറയുമ്പോൾ അത് നമ്മുടെ പോക്കറ്റിന് ആശ്വാസമാണ്, പ്രത്യേകിച്ച് കല്യാണ സീസൺ ഒക്കെ വരുന്ന സമയത്ത്. പക്ഷെ ഇതൊരു ട്രെൻഡായി കാണരുത്. ലോങ് ടൈം നോക്കുന്നവർക്ക് ഓരോ ഇടവും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 14 ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് 8,750 രൂപയാണ് ഒരു ഗ്രാമിന്. 9 ക്യാരറ്റിന് 5,640 രൂപയും. ഓരോ കാറ്റഗറിയിലും 100 രൂപയ്ക്ക് മുകളിൽ കുറവ് വന്നിട്ടുണ്ട്. ഇതിനർത്ഥം മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട് എന്നാണ്. അതായത് വില കൂടുമ്പോൾ വിറ്റഴിച്ചവർ വീണ്ടും വാങ്ങാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം. നമ്മൾ സാധാരണക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും സമ്പാദ്യത്തെ ഇത് ബാധിക്കുന്നുണ്ട്. ബാങ്കിൽ FD ഇട്ടിരിക്കുന്നതിനേക്കാൾ റിട്ടേൺ സ്വർണം തരുന്നുണ്ടോ എന്ന് ആലോചിക്കുന്ന ഒരു വിഭാഗം ഇന്നുമുണ്ട്. സംഗതി സിമ്പിളാണ്. വില കുറയുന്നത് നല്ലതാണ്, പക്ഷേ ഇതെപ്പോഴും ഇങ്ങനെ തുടരണമെന്നില്ല. കഴിഞ്ഞ ജനുവരിയിലെ ആ റെക്കോർഡ് റേറ്റ് പവന് 1,31,000 ഇത് നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് ഇനിയും എത്താൻ വലിയ താമസമൊന്നും വേണ്ട. അതുകൊണ്ട് സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ മാറ്റങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം. വെറുതെ കടയിൽ പോയി റേറ്റ് ചോദിക്കുന്നതിന് പകരം ഈ ഗ്രാഫുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് കണ്ട ഈ 1,320 രൂപയുടെ കുറവ് നാളെ മാറാം, അല്ലെങ്കിൽ ഇനിയും കുറയാം. ഏപ്രിൽ മാസത്തിലെ ഈ ആദ്യ വാരം നൽകുന്ന സൂചന മാർക്കറ്റ് കുറച്ച് കൂളാകുന്നു എന്നതാണ്. പക്ഷേ ഇതിനൊരു പെർമനന്റ് വീഴ്ചയായി കാണരുത്. വരും ദിവസങ്ങളിലെ US എക്കണോമിക് ഡാറ്റ പുറത്തു വരുമ്പോൾ ചിത്രം വീണ്ടും മാറിയേക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു സീസോ ഗെയിം ആണെന്ന്. ഒരൊറ്റ നമ്പർ 1,09,360 ഇതാണ് ഇന്നത്തെ മാജിക് നമ്പർ. ഈ വിലയിൽ സ്വർണം കിട്ടുമ്പോൾ അത് ഹോൾഡ് ചെയ്യണോ അതോ വാങ്ങണോ എന്നത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സ്വർണത്തെ വെറും ഒരു ആഭരണമായി മാത്രം കാണാതെ ഒരു അസറ്റായി കാണാൻ മലയാളി പഠിച്ചു കഴിഞ്ഞു. അതിന്റെ തെളിവാണ് ഈ വിലക്കയറ്റത്തിലും സ്വർണ്ണക്കടകളിലെ തിരക്ക്. വില കുറയുന്ന വാർത്ത കേൾക്കുമ്പോൾ സന്തോഷിക്കാം, പക്ഷെ ജാഗ്രത കൈവിടരുത്. മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കയറാം.
അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് ഈ ട്രെൻഡ് ഒന്ന് വാച്ച് ചെയ്യാം. കാര്യങ്ങൾ നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കി വേണം ഓരോ ചുവടും വെക്കാൻ. കൂടുതൽ അറിവുകൾക്കായി നമുക്ക് ഈ നമ്പറുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തും വെക്കാം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറുമായി സംസാരിക്കുക.